ഫേഷ്യൽ എയ്സിമെട്രി നമ്മളിൽ പലവരെയും അത് പേഴ്സണലി ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. കുറെ ആളുകളുടെ ഒരു വലിയ ഇൻസെക്യൂരിറ്റി തന്നെയാണ് ഫേഷ്യൽ എയ്സിമെട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫേഷ്യൽ എയ്സിമെട്രി ഫിക്സ് ചെയ്യാൻ വേണ്ടി കുറെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുള്ളവരാവാം നിങ്ങൾ. അങ്ങനെ യു ആർ ഹിയർ നൗ. നിങ്ങളെ പോലെ തന്നെ ഫേഷ്യൽ എയ്സിമെട്രി ഫിക്സ് ചെയ്യാൻ വേണ്ടി കുറെ വീഡിയോസ് കണ്ടിട്ടുള്ള ഒരാൾ കൂടെയാണ് ഞാനും. അങ്ങനെ കുറെ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും ഫേഷ്യൽ എയ്സിമെട്രിനെ പറ്റി പറയുന്നത് സെയിം കാര്യമാണ്. അതായത് ഫുഡ് മൗത്തിന്റെ ഒരു സൈഡ് കൊണ്ട് ച്യൂ ചെയ്യുന്നത്, അതുപോലെ ഫേസിന്റെ ഒരു സൈഡ് വെച്ച് കിടന്ന് ഉറങ്ങുന്നത്, അങ്ങനെ കുറെ. എന്നിട്ട് വീഡിയോയുടെ അവസാനം ഇതിന്റെ എല്ലാത്തിന്റെയും ഫിക്സ് ആയി അവർ ചെയ്യാൻ പറയുന്നത് ച്യൂ ചെയ്യുമ്പോൾ മൗത്തിന്റെ രണ്ട് സൈഡും യൂസ് ചെയ്യുക, അതുപോലെ ബാക്ക് സ്ലീപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ ഫേഷ്യൽ എക്സസൈസും സജസ്റ്റ് ചെയ്യും. സത്യം പറയാനാണെങ്കിൽ എനിക്ക് ഇതൊക്കെ ചെയ്തിട്ട് പേഴ്സണലി ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്ത് ഫേഷ്യൽ എയ്സിമെട്രി ഫിക്സ് ചെയ്ത ഒരു പേഴ്സണെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഒരേ കാര്യം തന്നെ പറഞ്ഞ് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാനും എനിക്ക് ആഗ്രഹമില്ല. ഈ വീഡിയോയിൽ എന്താണ് ഫേഷ്യൽ എയ്സിമെട്രി എന്നും അതിന്റെ റൂട്ട് കോസ് എന്താണെന്നും നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. എല്ലാവരും ഫേഷ്യൽ എയ്സിമെട്രി എന്ന് പറയുമ്പോൾ മസിൽ സാഗ്നസ് അല്ലെങ്കിൽ മസിൽ വീക്ക് ആവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളുടെ ഫേസിലെ ഒരു സൈഡിലെ മസിൽസ് ടൈറ്റനും അതുപോലെ മറ്റേ സൈഡ് വീക്കും. അപ്പോൾ ആ വീക്കായ സൈഡിലെ മസിൽസ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫേഷ്യൽ എക്സസൈസ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് തന്നെ. ശരിക്കും ഇവിടെ ഫേഷ്യൽ മസിൽസ് ഒരു സൈഡ് സാകാനുള്ള കാരണം ആ മസിൽസ് വീക്ക് ആയതുകൊണ്ടല്ല, മറിച്ച് മസിൽസിന്റെ താഴെയുള്ള ബോൺസ് ആണ്. ഫേഷ്യൽ ബോൺസ് അതിന്റെ ആക്ച്വൽ പൊസിഷനിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം പഴയ പോലെ കൊണ്ടുവരാൻ വേണ്ടി നമ്മളുടെ മസിൽസ് അത് കോമ്പൻസേറ്റ് ചെയ്യും. അതാണ് ഒരു സൈഡിൽ മസിൽസ് ടൈറ്റും മറ്റേ സൈഡ് വീക്കായും അപ്പിയർ ആവുന്നത്. നമ്മളുടെ സ്കൾ ഒരു സിംഗിൾ ബോൺ അല്ല, 28 ബോൺസ് കൂടിച്ചേർന്നാണ് സ്കള് ഫോം ആയിട്ടുള്ളത്. അതിലെ തന്നെ നമ്മളുടെ ക്രേനിയൽ സിസ്റ്റത്തിലെ രണ്ട് കീ ക്രേനിയൽ ബോൺസ് ആണ് സ്പീനോയിഡ് ബോണും ഒക്യുപിറ്റൽ ബോണും. സ്പീനോയിഡ് ബോൺ ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ മാക്സില ബോണിന്റെ ബാക്കിലായാണ്, അതും സ്കളിന്റെ സെൻട്രലായിട്ട്. ഈ സ്പീനോയിഡ് ബോണും ഒക്യുപിറ്റൽ ബോണും തമ്മിൽ ഒരു ആർട്ടിക്കുലർ ജോയിൻ ഉണ്ട്. അതിനെ സ്പീനോബാസിലാർ സിംഫസിസ് എന്ന് വിളിക്കും. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മളുടെ ചെസ്റ്റ് എക്സ്പാൻഡും കോൺട്രാക്റ്റും ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ ഈച്ച് ബ്രെത്ത് ടേക്കിലും നമ്മളുടെ ക്രേനിയൽ ബോൺസിലും എക്സ്പാൻഷനും കോൺട്രാക്ഷനും സംഭവിക്കുന്നുണ്ട്. ഈ സ്പീനോയിഡ് ബോണും ഒക്യുപിറ്റൽ ബോണും ഇത് രണ്ടും അതിന്റെ ആക്ച്വൽ പൊസിഷനിൽ നിന്നും ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് ടിൽറ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ ടിൽറ്റും റൊട്ടേറ്റും ആവുന്നതിന്റെ റിസൾട്ടായാണ് നമുക്ക് ഫേഷ്യൽ എയ്സിമെട്രി ഉണ്ടാവുന്നത്. ക്രേനിയൽ ബോൺസിന്റെ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഡയറക്ഷൻ അതനുസരിച്ച് നമുക്കുണ്ടാവുന്ന ഫേഷ്യൽ എയ്സിമെട്രിനെ നമുക്ക് വേർതിരിക്കാം. ലാറ്ററൽ സ്ട്രെയിൻ, സൈഡ് ബെൻഡിങ് റൊട്ടേഷൻ ആൻഡ് ടോർഷൻ. ഫസ്റ്റ് വൺ, ലാറ്ററൽ സ്ട്രെയിൻ. നമ്മുടെ കീ ബോൺസ് ആയിട്ടുള്ള സ്പീനോയിഡ് ബോണും ഒക്യുപിറ്റൽ ബോണും രണ്ട് പാരലൽ വെർട്ടിക്കൽ ആക്സിസിൽ നിന്നും സെയിം ഡയറക്ഷനിലേക്ക് ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യും. അപ്പോഴാണ് ലാറ്ററൽ സ്ട്രെയിൻ വരുന്നത്. ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിന്റെ ഒരു സൈഡ് വെൽ ഡെവലപ്ഡ് ആയി തോന്നും. അതുപോലെ ചീക്ക് ബോൺസ് ഒക്കെ വിസിബിളും ആയിരിക്കും. പക്ഷേ മറ്റേ സൈഡ് നോക്കുവാണെങ്കിലോ സാഗി ആയിരിക്കും, അതുപോലെ വീക്കുമായിരിക്കും. ഒരു പാരലോഗ്രാം പോലെയുള്ള ഹെഡ് ആയിരിക്കും ലാറ്ററൽ സ്ട്രെയിൻ ഉള്ളവർക്ക്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന എക്സ്റേ ലാറ്ററൽ സ്ട്രെയിൻ ഉള്ള ഒരു പേഴ്സന്റെ ആണ്. അതിൽ മാക്സില ബോണിന്റെ പൊസിഷൻ നമുക്ക് കാണാം, ഒരു സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് സൈഡ് ബെൻഡിങ് റൊട്ടേഷൻ. നമ്മൾക്കുണ്ടാവുന്ന ക്രേനിയൽ ഡിസ്റ്റോർഷനിൽ തന്നെ ഫിക്സ് ചെയ്യാനായി കുറച്ച് എളുപ്പമായിട്ടുള്ളത് സൈഡ് ബെൻഡിങ് റൊട്ടേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. സ്പീനോയിഡ് ബോണും ഒക്യുപിറ്റൽ ബോണും വെർട്ടിക്കൽ ആക്സിസ് തന്നെ ചേഞ്ച് ചെയ്യാതെ നിൽക്കുകയും പക്ഷേ ഹൊറിസോണ്ടലി അടുത്തേക്കെന്ന പോലെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് SBR അഥവാ സൈഡ് ബെൻഡിങ് റൊട്ടേഷൻ വരുന്നത്. SBR ഉള്ള ഒരു പേഴ്സന്റെ ഫേസ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് വൈഡ് ആയിരിക്കും, അതുപോലെ മറ്റേ സൈഡ് നോക്കുവാണെങ്കിലോ സ്മോളും ആയിരിക്കും. അതുപോലെ ജോ സെൻട്രലായിരിക്കില്ല SBR ഉള്ള ഒരു പേഴ്സന്റെ, ജോ ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും. തേർഡ് വൺ ഈസ് ടോർഷൻ. നമുക്കുണ്ടാവുന്ന ക്രേനിയൽ ഡിസ്റ്റോർഷനിൽ തന്നെ ഫിക്സ് ചെയ്യാൻ എളുപ്പമുള്ളത് SBR ആണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഫിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് ടോർഷൻ ആണ്. കാരണം ടോർഷൻ എന്ന് പറയുന്നത് ലാറ്ററൽ സ്ട്രെയിനിന്റെയും സൈഡ് ബെൻഡിങ് റൊട്ടേഷന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് പറയാം. സ്പീനോയിഡ് ബോണും ഒക്യുപിറ്റൽ ബോണും ഒരു സെയിം പ്ലെയിനിൽ നിന്നും അതിന് അറൗണ്ടായി ഈച്ച് അതർ, അതും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് ടോർഷൻ ഫോം ആവുന്നത്. ടോർഷൻ ഉള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഐസ് ഹൊറിസോണ്ടലി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയായിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങളുടെ ഒരു ഐ ലാർജറായും മറ്റേത് സ്മോളറായും ഒരു അൺഈവൻനെസ് ഒക്കെ ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ജോയും ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും. ടോർഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് SBR ഉള്ള പോലെ ടിൽറ്റഡും ലാറ്ററൽ സ്ട്രെയിൻ ഉള്ള പോലെ റൊട്ടേറ്റഡും ആയിരിക്കും. ക്രേനിയൽ ബോൺസിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കുമ്പോഴാണ് ഫേഷ്യൽ എയ്സിമെട്രി ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലായി.
പക്ഷേ എന്തൊക്കെ കാരണം കൊണ്ടാവാം ക്രേനിയൽ ബോൺസ് ഡയറക്ഷൻ ഷിഫ്റ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഫേഷ്യൽ എസിമെട്രി വരുന്നതും. ഫേഷ്യൽ എസിമെട്രി എന്ന് പറയുന്നത് ഒരിക്കലും ജനറ്റിക്സ് അല്ല, ബട്ട് ബെർത്ത് വൈസ് നിങ്ങൾക്ക് ഫേഷ്യൽ എസിമെട്രി ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളുടെ ബോഡി ഒരു സിംഗിൾ യൂണിറ്റ് ആണ്, ഹെഡ് ടു ടോയ് ഫുൾ കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഫേഷ്യൽ എസിമെട്രി ഉണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ ബോഡിയിലും എന്തെങ്കിലും രീതിയിലുള്ള എസിമെട്രി ഉണ്ടാവും. ഈ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഒരു ന്യൂ ബോണിന് ബെർത്ത് കൊടുക്കുന്ന ടൈമിൽ ആ ബേബിന്റെ ഹെഡ് ആയിരിക്കും ആദ്യം പുറത്തു വരിക. അതും വരുന്നത് അമ്മയുടെ പെൽവിക് ബോണിന്റെ ഉള്ളിലൂടെയും ആയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ പുറത്തേക്ക് ന്യൂ ബോൺ എളുപ്പത്തിൽ വരാൻ വേണ്ടി ബേബിന്റെ ഹെഡിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. അതിനും കൂടെ വേണ്ടിയാണ് നമ്മുടെ സ്കള്ള് മൾട്ടിപ്പിൾ സ്പോൺ കൊണ്ട് ഫോം ആയിട്ടുള്ളത് തന്നെ. ആ സമയത്ത് ബെർത്ത് കൊടുക്കുന്ന അമ്മയുടെ ബോഡിയിൽ എന്തെങ്കിലും രീതിയിലുള്ള എസിമെട്രി ഉണ്ടെങ്കിൽ അത് അമ്മയുടെ പെൽവിക് ബോണിനെ ടിൽറ്റഡും റൊട്ടേറ്റും ചെയ്തേക്കാം. അത് ന്യൂ ബോണിന്റെ സ്കള്ളിൽ അൺഈവൻ ആയിട്ടുള്ള പ്രഷർ കൊടുക്കാനും അത് ഫേഷ്യൽ എസിമെട്രിക്കും കാരണമായേക്കാം. ഇങ്ങനെ ഫേഷ്യൽ എസിമെട്രി ഉണ്ടാവുമെങ്കിലും ചാൻസസ് കുറവാണ്. കാരണം ന്യൂ ബോൺ ബേബീസിന്റെ സ്കള്ളിലെ സ്യൂച്ചേഴ്സ് ഫ്യൂസ് ആയിട്ടുണ്ടാവില്ല. ഹെഡിന്റെ ഷേപ്പ് ചേഞ്ച് ആയാലും അത് ബാക്ക് ടു നോർമൽ ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫേഷ്യൽ എസിമെട്രി ഉണ്ടാകാനുള്ള കാര്യം നിങ്ങളുടെ ഡെന്റൽ ഹൈറ്റ് ആണ്. നിങ്ങളുടെ എൻറ്റയർ ക്രേനിയം ബാലൻസ് ചെയ്യുന്നത് നിങ്ങളുടെ ടീത്ത് ആണ്, എക്സ്പെഷ്യലി നമ്മുടെ മോളേഴ്സ്. നമ്മുടെ മോളേഴ്സിന് നമ്മുടെ സ്കള്ള് ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള അത്രയും ഡെന്റൽ ഹൈറ്റ് വേണം. പല കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ ഡെന്റൽ ഹൈറ്റ് കുറയാം. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഗംസിൽ നിന്നും പ്രോപ്പറായി ടീത്ത് എറപ്റ്റ് ചെയ്യാത്തതാണ്. വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ടീത്ത് എറപ്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലാക്ക് ഓഫ് ഡെന്റൽ ഹൈറ്റിന് കാരണം ഒരു പക്ഷേ അതായിരിക്കാം. അതുപോലെ സെക്കൻഡ് റീസൺ ആയി പറയാനുള്ളത് നിങ്ങൾക്ക് ബർക്സിസം, അതല്ല എന്തെങ്കിലും ഡെന്റൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ലാക്ക് ഓഫ് ഡെന്റൽ ഹൈറ്റിന് കാരണമാവാം. ഇങ്ങനെ ഡെന്റൽ ഹൈറ്റ് കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഹൈറ്റ് കുറവുള്ള സൈഡിലേക്ക് ബൈറ്റിന് വേണ്ടി നമ്മുടെ സ്കള്ള് ഫോൾ ആവും. SBR അതുപോലെ ടോർഷൻ ഉണ്ടാവുന്നത് ലാക്ക് ഓഫ് ഡെന്റൽ ഹൈറ്റ് കൊണ്ടാണ്. ടോർഷൻ എന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് ഡെന്റൽ ഹൈറ്റ് കൂടാതെ നിങ്ങളുടെ മാക്സില ബോൺ ഒരു സൈഡിലേക്ക് റൊട്ടേറ്റും ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫിക്സ് ചെയ്യാനായി കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്രേനിയൽ ഡിസ്റ്റോർഷൻ ടോർഷൻ ആണെന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഫേഷ്യൽ എസിമെട്രി ഉണ്ടാക്കുന്ന ദ മോസ്റ്റ് ആൻഡ് ദ ഡേഞ്ചറസ് വൺ, മൗത്ത് ബ്രീത്തിങ്. മൗത്ത് ബ്രീത്ത് ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകൾക്കും ക്രൂക്കഡ് ടീത്തും അതുപോലെ നാരോ പാലറ്റുമാണ് ഉള്ളത്. മൗത്ത് ബ്രീത്തിങ് നമ്മളുടെ ക്രേനിയോ ഫേഷ്യൽ ഡെവലപ്മെന്റിനെ നല്ലതുപോലെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മൗത്ത് ബ്രീത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സ്മോൾ ഫേസും അതുപോലെ ഡബിൾ ജോയൊക്കെ ഉള്ളത്. മൗത്ത് ബ്രീത്തിങ് ക്രേനിയോ ഫേഷ്യൽ ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് മാലക്കുലേഷന് കാരണമാവുന്നു. എന്നിട്ട് അത് ലാറ്ററൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ടോർഷൻ അതിലോട്ടേക്ക് ലീഡും ചെയ്തേക്കാം. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് ക്രേനിയൽ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നതും നിങ്ങൾക്ക് ഫേഷ്യൽ എസിമെട്രി ഉണ്ടാവുന്നതും. ഫേഷ്യൽ എസിമെട്രി വളരെ കോമൺ ആണ്. ഒട്ടുമിക്ക എല്ലാവർക്കും ഒരു സ്ലൈറ്റ് എമൗണ്ട് ഓഫ് ഫേഷ്യൽ എസിമെട്രി ഉണ്ട്. അതിന്റെ സിവിയറിറ്റി അനുസരിച്ചാണ് അത് മറ്റുള്ളവർ നോട്ടീസ് ചെയ്യുക. എന്നാലും പലപ്പോഴും മറ്റുള്ളവരിലും കൂടുതൽ നമ്മളുടെ ഫേസിൽ ഉണ്ടാവുന്ന അൺഈവൻനെസ് നോട്ടീസ് ചെയ്യുന്നത് നമ്മൾ തന്നെയായിരിക്കും. അതുപോലെ ഒരു പേഴ്സണെ നോക്കി അവർക്ക് ഫേഷ്യൽ എസിമെട്രി ഉണ്ട് എന്ന് പറയാൻ പ്രയാസമാണ്. പക്ഷേ നമുക്ക് പറയാൻ പറ്റും അവരുടെ ഡെന്റൽ ഒക്ലൂഷൻ നോക്കി. ലാറ്ററൽ ഒരു പേഴ്സണെ ഡെന്റൽ ഒക്ലൂഷൻ നോക്കുവാണെങ്കിൽ എല്ലാം ഒരു സൈഡിലേക്ക് ഷിഫ്റ്റഡ് ആയിരിക്കും. ടീത്ത് എല്ലാം ഒരു സൈഡിലെ മാത്രം ആർച്ച് ചെയ്യും, അതുപോലെ മറ്റേ സൈഡ് സ്ട്രെയിറ്റും ആയിരിക്കും. സൈഡ് ബെൻഡിങ് റൊട്ടേഷൻ ആണ് ഉള്ളതെങ്കിൽ ജോ സെൻട്രൽ ആയിരിക്കില്ല. അതുപോലെ നിങ്ങൾക്ക് ഡെന്റൽ ഹൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ഡെന്റൽ ഹൈറ്റ് കുറവുള്ള സൈഡിലേക്ക് സ്കള്ള് ഫോൾ ആയതുകൊണ്ട് തന്നെ സ്മൈൽ ചെയ്യുമ്പോൾ ടീത്ത് എല്ലാം ഒരു സൈഡിലേക്ക് ടിൽറ്റഡ് ആയിരിക്കും. ടോർഷൻ എന്ന് പറയുമ്പോൾ SBRന്റെയും ലാറ്ററൽ സ്ട്രെയിനിന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ടോർഷൻ ഉള്ള പേഴ്സന്റെ ഡെന്റൽ ഒക്ലൂഷൻ ലാറ്ററൽ സ്ട്രെയിൻ കൊണ്ടുള്ള പോലെ ഒരു സൈഡിലേക്ക് ആർച്ച് ചെയ്യും, അതുപോലെ SBRലുള്ള പോലെ ടിൽറ്റഡും ആയിരിക്കും. ഫേഷ്യൽ എസിമെട്രി നിങ്ങളെ അൺഅട്രാക്റ്റീവ് മാത്രമല്ല ആക്കുന്നത്. നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് ഹെഡ് ടു ടോയ് ഫുള്ളി കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫേഷ്യൽ എസിമെട്രി ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലും എസിമെട്രി ഉണ്ടാകും. അതുകൊണ്ട് അതൊരു വോൾ ബോഡി പ്രോബ്ലമാണ്. അത് നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺ, നിങ്ങളുടെ നെർവസ് സിസ്റ്റം, നിങ്ങളുടെ ബോഡിയുടെ മൂവ്മെന്റ് ഇതിനെല്ലാത്തിനെയും നല്ലോണം അഫക്റ്റ് ചെയ്യും. അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് നമ്മുടെ ബോഡിയിൽ ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. അതുമല്ല പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്പീനോഡ് ബോണിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ്. ഫേഷ്യൽ എസിമെട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പീനോഡ് ബോണും ഒക്യുപിറ്റൽ ബോണും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. സ്പീനോഡ് ബോൺ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനെ തൊട്ട് ബാക്കിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ അതൊരു അൺഈവൻ ആയിട്ടുള്ള സ്ട്രെയിൻ കൊടുക്കുകയും അത് ഹോർമോണൽ ഇംബാലൻസിനും കാരണമായേക്കാം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫേഷ്യൽ എസിമെട്രിനെ പറ്റി അധികമാരും പറയാത്തതുമായ കാര്യങ്ങൾ അതും നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെങ്കിൽ ഉറപ്പായും ഷെയറും ചെയ്യുക. അതുപോലെ ഫേഷ്യൽ എസിമെട്രി ഫിക്സ് ചെയ്യുന്നത് ആക്ച്വലി പോസിബിൾ ആണോ എന്ന് ചോദിക്കുവാണെങ്കിൽ അത് പോസിബിൾ ആണ്. ഫേഷ്യൽ എസിമെട്രി നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. സർജറി, ബോട്ടോക്സ് ഇതൊന്നുമില്ലാതെ ഫേഷ്യൽ എസിമെട്രി ഫിക്സ് ചെയ്തിട്ടുള്ള നിരവധി കേസസ് ഉണ്ട്. ഫേഷ്യൽ എസിമെട്രി ഫിക്സ് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായും കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഇംപ്രൂവ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻ അതുപോലെ ടിപ്സിനൊക്കെയായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.